ധീരസൈനികൻ തോമസ് ചെറിയാൻ അന്ത്യാഞ്ജലി അർപ്പിച്ച് ജന്മനാട് ഇലന്തൂരിലെ വസതിയിൽ ആയിരങ്ങളാണ് ആദരാഞ്ജലി അർപ്പിച്ചത്. സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ചർച്ചിൽ സംസ്കാരം പൂർണ്ണ സൈനിക ബഹുമതികളോടെ പൂർത്തിയായി. വിവരങ്ങൾ നൽകാനായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, 56 വർഷത്തിന് ശേഷം മഞ്ഞിൽ നിന്ന് മണ്ണിലേക്കുള്ള മടക്കം, ആദരാഞ്ജലി അർപ്പിച്ച് നിരവധി പേർ. രജനി, അല്പസമയം മുമ്പാണ് തോമസ് ചെറിയാന്റെ ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. അദ്ദേഹത്തിന്റെ ഇടവക പള്ളിയായിട്ടുള്ള സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ചർച്ചിൽ വെച്ചായിരുന്നു ഈ ചടങ്ങുകൾ നടന്നത്. സൈന്യം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയുള്ള ആദരം അർപ്പിച്ചു. അതിനുശേഷം ആയിരുന്നു അദ്ദേഹത്തിന് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കല്ലറയിൽ അദ്ദേഹത്തിന്റെ അവസാന യാത്ര, അദ്ദേഹത്തിന് നിത്യനിദ്രയിലേക്കുള്ള യാത്ര നടത്തിയത്. അദ്ദേഹത്തിന്റെ നേരത്തെ വീട്ടിലെത്തിച്ച ഭൗതികദേഹം വീട്ടിൽ മണിക്കൂറുകളോളം പൊതുദർശനത്തിന് വെച്ചിരുന്നു. ആയിരങ്ങളാണ് അവിടെ പൊതുദർശനത്തിനെത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന് വിലാപയാത്രയായി അദ്ദേഹത്തിന്റെ ഇടവക പള്ളിയിലേക്ക് എത്തിക്കുകയും പിന്നീട് ഇവിടെയും ഏകദേശം 2 മണിക്കൂറോളം അദ്ദേഹത്തിന് ഈ ഇടവക പള്ളിയിലും പൊതുദർശനത്തിന് വെച്ചിരുന്നു. ഇവിടെ നിരവധി ആളുകൾ, പ്രത്യേകിച്ച് വിവിധ സാമുദായിക സാംസ്കാരിക മേഖലയിലുള്ള നിരവധി പ്രമുഖരാണ് അദ്ദേഹത്തിന് പള്ളിയിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചത്. അദ്ദേഹം പഠിച്ച സ്കൂളിലെയും ഒപ്പം തന്നെ കോളേജിൽ നിന്ന് അടക്കമുള്ള വിദ്യാർത്ഥികളും അവിടുത്തെ അധ്യാപകരും അടക്കമുള്ള ആളുകളെത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഒപ്പം വിവിധ മേഖലകളിൽ നിന്നുള്ള, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ആളുകളും, ഒപ്പം സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വീണ ജോർജും അദ്ദേഹത്തിന് ഇവിടെ പള്ളിയിലെത്തി ആദരാഞ്ജലി അർപ്പിക്കുകയുണ്ടായിരുന്നു. ഈ ചടങ്ങുകൾക്ക് പൂർത്തീകരിച്ചതിന് ശേഷം പിന്നീടാണ് അദ്ദേഹത്തിന് സൈന്യം ഔദ്യോഗിക ബഹുമതികൾ അർപ്പിച്ചത്. ഈ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പള്ളിയിൽ നിന്നും ബന്ധുക്കൾ ചുമലിലേറ്റി അത് സൈന്യത്തിന് കൈമാറുകയായിരുന്നു. പിന്നീട് സൈന്യം തങ്ങളുടെ ബഹുമതി കൂടി അർപ്പിച്ചു. ആ ചടങ്ങ് കൂടി പൂർത്തിയാക്കിയതിനു ശേഷമാണ് അദ്ദേഹത്തിന് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കല്ലറയിൽ അന്ത്യവിശ്രമം നൽകിയത്, അദ്ദേഹത്തിനുള്ള യാത്രാമൊഴി ഏകിയത്. ഈ പള്ളിയിൽ പ്രത്യേകമാണ് അദ്ദേഹത്തിന് കല്ലറ തയ്യാറാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കുടുംബ കല്ലറയും ഒപ്പം തന്നെ സെമിത്തേരിയിലെ മറ്റ് കല്ലറകൾ ഒന്നും തന്നെ പരിഗണിക്കാതെ ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അത്തരത്തിൽ വലിയൊരു ആദരം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇടവകയും അദ്ദേഹത്തിനായിട്ട് ഒരുക്കിയിരുന്നത്. ഈ സെന്റ് പീറ്റേഴ്സ് ചർച്ചിന്റെ വലതുഭാഗത്തായിട്ട് തന്നെ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത്. ആ സമയത്ത് നിരവധി പേർ അദ്ദേഹത്തിനെ അവസാന നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിയിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹോദരന്മാരടക്കമുള്ള ബന്ധുക്കളും ഈ സമയത്ത് സന്നിഹിതരായിരുന്നു. ഹിമാചൽ പ്രദേശിലെ റോത്തങ് പാസിൽ 1968 നടന്ന സൈനിക വിമാനാപകടത്തിൽ കാണാതായി 56 വർഷത്തിന് ശേഷമാണ് ധീരസൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നതും. അതിനുശേഷം തുടർ നടപടികൾക്ക് ശേഷം നാട്ടിൽ എത്തിച്ചു. എന്തായാലും അന്ത്യാഞ്ജലി അർപ്പിച്ചിരിക്കുകയാണ്. അവസാന യാത്രാമൊഴി നൽകിയിരിക്കുകയാണ് ജന്മനാട് ഇലന്തൂരിലെ വസതിയിൽ ആയിരങ്ങളാണ് ആദരാഞ്ജലി അർപ്പിച്ചത്. സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ചർച്ചിൽ സംസ്കാരം പൂർണ്ണ സൈനിക ബഹുമതികളോടെ പൂർത്തിയായി. വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺ കുമാർ.